ആശാൻ, നമ്മുടെ ഇന്ദ്രൻസ് ആശാനായി എത്തിയ ചിത്രം. എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇതിന്റെ ഡയറക്ടറിനെ ആദ്യം പറയാം, ജോൺ പോൾ ജോർജ്. ഇനി ഒരു ഭാവിയിൽ ഇപ്പൊ നമ്മൾ സത്യനന്ദിക്കാട് പ്രിയർസൻ സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ജോൺ പോൾ സിനിമ എന്ന് പറഞ്ഞ ആൾക്കാർ തിയേറ്ററിൽ തന്നെയുള്ള ചാൻസ് ഉണ്ട്. അത് ഈ പടം വെച്ചല്ല പറയുന്നത്. ഇപ്പൊ ഗപ്പി എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അടിപൊളി സിനിമയായിരുന്നു. തിയേറ്ററിൽ വർക്കായില്ല ആ സിനിമ. അമ്പിളി, ഇതൊക്കെ നല്ല സിനിമകളാണ്. ആശാൻ ആദ്യമേ ഞാൻ പറയാം, ഒരു എവരി വൺ കപ്പ് ഓഫ് ടീ അല്ല, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല, സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. സിനിമാമോഹികളായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇത് ശരിക്കും കണക്ട് ആകാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ഇതൊരു കുഴപ്പമില്ലാത്തൊരു പടം എന്നുള്ള വലിയ സന്തോഷവും വലിയ നിരാശയും ഒന്നും ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഈ സംവിധായകൻ മിടുക്കനാന്ന് പറയാനുള്ള കാരണം ഇതിന്റെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഇദ്ദേഹമാണ്, പ്രൊഡക്ഷൻ ഇദ്ദേഹമാണ്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ ഇദ്ദേഹമുണ്ട്. അന്നേരം മിടുമിടുക്കനായ ഒരു സംവിധായകനാണ് ജോൺ പോൾ ജോർജ് എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ പടത്തിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് സിനിമാറ്റോഗ്രഫി സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഒരു 5-6 കൊല്ലം നമ്മളെ കഴിഞ്ഞ 5 കൊല്ലമെങ്കിലും മിനിമം ഞെട്ടിച്ച 2 നടന്മാർ. എനിക്ക് തോന്നിയത് ഈ നടന്മാർ ഇത്രയും നാളും ഇത്രയും പെർഫോമൻസ് എങ്ങനെയാണ്. അതിനകത്ത് 1 ഇന്ദ്രൻസ് തന്നെയാണ്, 2 ജഗദീഷാണ്. ജഗദീഷിൻ്റെയൊക്കെ ഭയങ്കരം ഒരു മാറ്റം സംഭവിക്കുന്ന രീതിയിലുള്ള അഭിനയം, അസാധാരണ തലങ്ങളിലേക്കൊക്കെ പോകുന്ന ജഗദീഷിന്റെ കഥാപാത്രങ്ങളാണ്. അതുപോലാണ് ഇന്ദ്രൻസ് ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങളും അടിപൊളിയാണ്. ഇതിനകത്ത് ആശാനായിട്ട് ഇന്ദ്രൻസിന് മാത്രമേ വരത്തുള്ളൂ. ഒരുപക്ഷെ ഒരു സംസ്ഥാന അവാർഡോ ദേശീയ അവാർഡിന് പരിഗണിക്കാവുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ ശോഭി തിലകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പേരൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു തിയേറ്ററിലിരുന്ന് നല്ല ആസ്വദിച്ച് കാണാവുന്ന ഉദയനാണ് താരോ അഴകിയ രാവണ പോലൊരു സിനിമയെ അല്ല, ആ ഒരു പാറ്റേൺ പോലെ ഇത് എടുത്തേക്കുന്നത്. കാരണം ആ ഒരു രീതിയിലേ ഈ സിനിമ നമ്മൾ കാണാൻ പോകരുത്. ഒരു വളരെ സ്ലോ പേസിൽ പോകുന്ന മ്യൂസിക്കും സിനിമാറ്റോഗ്രഫിയൊക്കെ നൈസായിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത പടം. പെർഫോമൻസ് വൈസ് ഇവരുടെയൊക്കെ പെർഫോമൻസ് സൂപ്പറാണ്. പ്രത്യേകിച്ച് ഇന്ദ്രൻസ് ആണ് ഇത് വേറെ ലെവലാക്കിയത്. ഒരു മസ്റ്റ് വാച്ച് എന്നൊന്നും പറയില്ല, നമുക്ക് OTT ഒക്കെ വന്നാൽ കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു പടം. ഇന്ദ്രൻസിന്റെ പെർഫോമൻസ് കാണാൻ വേണമെങ്കിൽ നമുക്ക് ആശാൻ കാണാം.